ഹായ് ഫ്രണ്ട്സ്, പുതിയ ക്ലാസ്സിനായി നമ്മൾ ഒത്തുകൂടിയിരിക്കുകയാണ് അല്ലേ. അപ്പം പഴയ ക്ലാസ്സിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഹൃദയസ്ഥമാക്കിയെന്ന് പ്രതീക്ഷിച്ചോട്ടെ. ഓരോ ക്ലാസ്സിലും നമുക്ക് പുതിയ പുതിയ ആശയങ്ങളാണ് കിട്ടുന്നത്. അതൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ ശേഖരിച്ചു വയ്ക്കുന്നു. ഇന്നും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഇവിടെ ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ അതിന് മറുപടി തരണം. നിങ്ങൾ കൃഷി ഓഫീസിൽ പോയിട്ടുണ്ടോ? ഇല്ല അല്ലേ. നിങ്ങളുടെ പേരൻസ് പോയിട്ടുണ്ടോ? അവർ പോയിട്ടുണ്ടല്ലേ. കൃഷി ചെയ്യുന്നവർക്കൊക്കെ അറിയാം, അവർ കൂടെ കൂടെ കൃഷി ഓഫീസിൽ പോവും. കൃഷി ഓഫീസിൽ നിന്ന് എന്തൊക്കെയാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്? വിത്തുകളും അതുപോലെ നല്ല നല്ല ഗുണമേന്മയുള്ള തൈച്ചെടികളും അതുപോലെ പ്ലാന്റിങ് മെറ്റീരിയൽസും ഒക്കെ പേരൻസ് വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ടല്ലേ. അപ്പോൾ കൂട്ടുകാരൻ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ സാധന സാമഗ്രികളൊക്കെ എവിടെ നിന്നാണ് കൃഷി ഓഫീസിൽ എത്തുന്നതെന്ന്? നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അല്ലേ. അത് നമുക്ക് അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കാൻ പോകുന്നത്. അതായത് കുറച്ച് അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ സ്റ്റേറ്റിലുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. അങ്ങനെയുള്ള കുറേ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോയാലോ. പേജ് നമ്പർ 14. Many research activities are being conducted in Kerala to produce such superior variety of seeds. അതായത് പല ഗവേഷണ കേന്ദ്രങ്ങളും നമ്മുടെ കേരളത്തിലുണ്ട്. എന്തിനാണ്? ടു പ്രൊഡ്യൂസ്, ഉൽപ്പാദിപ്പിക്കാൻ, സച്ച് സുപ്പീരിയർ വെറൈറ്റി ഓഫ് സീഡ്, ഏറ്റവും ഗുണമേന്മയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട്. അപ്പോൾ അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്തിനാണ് ഗവേഷണ കേന്ദ്രങ്ങൾ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്തിനാണ്? പ്രൊഡ്യൂസ് സുപ്പീരിയർ വെറൈറ്റി ഓഫ് സീഡ്, നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കാനാണ്. അടുത്ത് നോക്കുക, അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? വാട്ട് ഷുഡ് ബി മെയ്ഡ് പോസിബിൾ ഇൻ ദ അഗ്രികൾച്ചർ സെക്ടർ, എന്താണ് സാധ്യമാകുന്നത് അഗ്രികൾച്ചർ സെക്ടറിൽ? ഇതിലൂടെ, ഈ ഗവേഷണ കേന്ദ്രത്തിലൂടെ എന്താണ് സാധ്യമാകുന്നതാണ് ചോദ്യം. കണ്ടോ, അതിൻ്റെ ആൻസർ കണ്ടോ? ഇപ്പം തന്നെ പഠിക്കുക. ഹൈ ഈൽഡ്, ഒത്തിരി ഈൽഡ് കിട്ടും. ഇത് പലവട്ടം നമ്മൾ ഈ വാക്കുകൾ ഉച്ചരിച്ചിട്ടുള്ളതാണ്. ക്വിക്ക് ഈൽഡ്, ക്വിക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ക്വിക്ക് ഈൽഡാണ്, പെട്ടെന്ന് കിട്ടും ഫലം. റെസിസ്റ്റൻസ് ടു ഇൻഫെക്ഷൻ, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? ഇൻഫെക്ഷനോട്, രോഗങ്ങളോട് പ്രതിരോധശേഷി ഉണ്ടായിരിക്കും. റെസിസ്റ്റൻസ്, പ്രതിരോധിക്കുക. ലോവർ നച്ചറിങ് കോസ്റ്റ്, നച്ചർ ചെയ്യാനായിട്ട്, പരിപാലിക്കാനായിട്ട് ലോവർ കോസ്റ്റ് മീൻസ് ചിലവ്, വളരെ ചിലവ് കുറവാണ് അതിനെ പരിപാലിച്ചു കൊണ്ടുവരാൻ. അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി സീഡ്സ് ഓർ പ്ലാന്റിങ് മെറ്റീരിയൽ, അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്, ക്വാളിറ്റി സീഡ്, നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ ഇവിടുന്ന് കിട്ടും. പിന്നെയോ പ്ലാന്റിങ് മെറ്റീരിയൽസ്, അതുപോലെ നടാനുള്ള സാധന സാമഗ്രികളൊക്കെ ഉണ്ടല്ലോ, അതും ഇവിടെ കിട്ടാൻ ഉണ്ട്. എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടും. ഒരു കൃഷിയായിട്ട് ബന്ധപ്പെട്ട് എല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടും എന്നാണ് മീനിങ്. ഇനി നോക്കുക, ഇപ്പറേ കണ്ടോ, പാവയ്ക്ക കണ്ടോ, നല്ല കിടക്കുന്ന കണ്ടോ, നല്ല കളർഫുള്ളായിട്ടല്ലേ. അത് ഏതിനാണെന്ന് നിങ്ങൾക്ക് പറയാം കൂട്ടുകാരെ. നമ്മൾ ഹൈബ്രിഡൈസേഷനൊക്കെ പഠിച്ചല്ലോ. ഏതാണ്? പാവയ്ക്കയുടെ ഇനം പ്രിയങ്ക എന്നാണ് അതിൻ്റെ പേര്. എ ന്യൂ ലീപ്പ് ഇൻ ഈൽഡ്, ഈൽഡിൽ ഒരു കുതിച്ചുകയറ്റമാണ്. ന്യൂ ലീപ്പാണ്, പുതിയൊരു കാൽവയ്പ്പാണ് ഈൽഡ്, ഫലത്തിലേക്ക്. മണ്ണുത്തി എന്ന സ്ഥലം, പ്രിയങ്ക എന്ന് പറഞ്ഞാൽ എന്താണ്? പാവലിൻ്റെ ഇനമാണ്. എ ന്യൂ ബിറ്റർഗോൺ വെറൈറ്റി, പുതിയൊരു പാവലിൻ്റെ ഇനമാണ്. ഈസ് മേക്കിംഗ് ന്യൂ ലീപ്പ്, പുതിയ ഒരു കാൽവയ്പ്പാണ്. എന്തിലാണ് ഒരു പുതിയ ലീപ്പായത്, കാൽവയ്പ്പായത്? പ്രൊഡക്ടിവിറ്റി, ഉൽപാദനത്തിൽ. ദിസ് വെറൈറ്റി വാസ്, ഈ വെറൈറ്റി, ഈ പ്രിയങ്ക എന്ന് പറയുന്ന തരം, വാസ് ഡെവലപ്പ് ബൈ, നിർമ്മിച്ചു. ബൈ, ഇത് ആരാണ് നിർമ്മിച്ചത്?
കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ് നിർമ്മിച്ചത്. കേരള കാർഷിക ഗവേഷണ കേന്ദ്രം. ഇറ്റ് ഈസ് സീഡ് വെറൈറ്റി. അതൊരു തരം സീഡ് വെറൈറ്റിയാണ്. ദാറ്റ് ഗ്രോസ് വെൽ ഇൻ ദ ക്ലൈമാറ്റിക് കണ്ടീഷൻ ഓഫ് കേരള. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ ദാറ്റ് ഗ്രോസ് വളരും. അത് വളരും എങ്ങനെ? വെൽ, പുവറായിട്ടല്ല, നല്ലവണ്ണം. വെൽ, ഇവിടെ വെൽ എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം. എവിടെ വളരും? ഇൻ ദി ക്ലൈമാറ്റിക് കണ്ടീഷൻ, നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച്. അതാണ് ക്ലൈമാറ്റിക് കണ്ടീഷൻ, കണ്ടീഷൻ അവസ്ഥ ഓഫ് കേരള. കേരളത്തിൻ്റെ കാലാവസ്ഥ അനുസരിച്ച് ഇവിടുത്തെ മണ്ണിൽ വളരാൻ കഴിയുന്ന അത്യുൽപാദന ശേഷിയുള്ള പാവലിൻ്റെ ഒരു ഇനമാണ് പ്രിയങ്ക. അതുകൊണ്ടാണ് പ്രിയങ്കയെ ന്യൂ ലീപ്പ് ഇൻ ഈൽഡ്, ഈൽഡിൽ ഒരു പുതിയ കാൽവയ്പാന്ന് പറയാനുള്ള കാരണം. ക്ലിയർ ആയല്ലോ? ഇനിയും ചില അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ? അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫങ്ഷൻ ടു ഫുൾഫിൽ ദീസ് നീഡ്സ്. അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തിനാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്തിനൊക്കെയാണ്? കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലോ. ഹൈ ഈൽഡാണ്, ക്വിക്ക് ഈൽഡാണ്, റെസിസ്റ്റൻസ് ടു ഇൻഫെക്ഷൻ, ലോവർ നർച്ചറിങ് കോസ്റ്റ്, അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി സീഡ്സ് ഓർ പ്ലാന്റിംഗ് മെറ്റീരിയൽ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സാധിച്ചു തരുന്നെന്ന് പറഞ്ഞു. ഈസ് ദർ എനി അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ അടുത്ത് ഇതുപോലെയുള്ള അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹാവ് യു വിസിറ്റഡ് എനി സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ? ഏതെങ്കിലും അങ്ങനെയുള്ള സ്ഥാപനത്തിൽ നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ? സം ഓഫ് ദി അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ അവർ സ്റ്റേറ്റ്. അങ്ങനെ കുറച്ച് അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരാണ് തന്നിരിക്കുന്നത്. എവിടെയുള്ളത്? നമ്മുടെ സ്റ്റേറ്റിലുള്ളത്. ഏതൊക്കെയാണ്? കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, KAU എന്നാണ് ഷോർട്ട് ഫോം. കെ മീൻസ് കേരള, എ മീൻസ് അഗ്രികൾച്ചർ, യു മീൻസ് യൂണിവേഴ്സിറ്റി. എവിടെയാണത്? മണ്ണുത്തി, തൃശ്ശൂരാണ്. അപ്പം ചോദിക്കാം, GK-ക്കൊക്കെ ചോദിക്കുന്നതാണ്, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എവിടെയാണ്? എവിടാ? സ്ഥലം മണ്ണുത്തി. ഏത് ഡിസ്ട്രിക്റ്റിലാണ്? തൃശ്ശൂർ. ക്ലിയർ ആയല്ലോ? അടുത്ത സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CTCRI എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഷോർട്ട് ഫോം. അത് ശ്രീകാര്യം, അതും തിരുവനന്തപുരമാണ്. സെൻട്രലൊക്കെ വരുമ്പം തിരുവനന്തപുരം എന്ന് അറിയാമല്ലോ. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അടുത്ത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്. സ്പൈസസ് എന്ന് പറഞ്ഞാൽ സുഗന്ധദ്രവ്യങ്ങൾ. ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ? ഏലക്കായും ചുക്കും കുരുമുളകും ഒക്കെ. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കോഴിക്കോടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, IISR എന്നാണ് ഷോർട്ട് ഫോം. കോഴിക്കോടാണത്. അതും ചോദിക്കാം. ഇനി അടുത്ത റബ്ബറിൻ്റെ എവിടെ വരും? കൂടുതൽ കേരളത്തിൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കോട്ടയം. അപ്പം തീർച്ചയായിട്ടും കോട്ടയം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, RRII എന്നാണ്. റബ്ബർ, വീണ്ടും റിസർച്ച്, II ഇട്ടേക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. ഓക്കെ. അടുത്ത സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CPCRI ആണ് ഷോർട്ട് ഫോം. അതെവിടെയാണ്? കാസർഗോഡ്. അപ്പം ചോദിക്കാം, സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ CPCRI അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കാം. അതെവിടെയാണെന്ന് ചോദിക്കാം. അതെവിടെയാണ്? കാസർഗോഡ്. ഇനിയും റീജിയണൽ റിസർച്ച് സെൻറ്റേഴ്സ് ഓഫ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. അവിടെയും ഇതുപോലെയുള്ള ഹൈ ഈൽഡിങ് സീഡ്സുകളൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പം ഇങ്ങനെ ഗവേഷണ കേന്ദ്രങ്ങൾ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനിയും നോക്കിക്കേ, കണ്ടോ? പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ കണ്ടോ? അതുപോലെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കണ്ടോ? ചിത്രം കണ്ടോ? ഇറ്റ് ഈസ് ത്രൂ ദ കൃഷിഭവൻ ദാറ്റ് സീഡ് വെറൈറ്റീസ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ഡെവലപ്ഡ് ബൈ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആർ ബ്രോട്ട് ടു ഫാമേഴ്സ്. അതായത്
ഇതുവഴിയാണ്, ഇറ്റ് ഈസ് ത്രൂ ദി കൃഷിഭവൻ. ഈ കൃഷിഭവൻ വഴിയാണ് ഇവിടെ ഉൽപ്പാദിപ്പിച്ച ഈ വെറൈറ്റികളൊക്കെ, സീഡ് വെറൈറ്റീസും അതുപോലെ പ്ലാന്റിംഗ് മെറ്റീരിയലും എല്ലാം വികസിപ്പിക്കുന്നതും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇവിടെ ഉൽപ്പാദിപ്പിച്ചതാണ് ആർ ബോട്ട് ടു ഫാമേഴ്സിന് വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഗവേഷണ കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന നല്ല ഇനം വിത്തുകളും പ്ലാന്റിംഗ് മെറ്റീരിയലും ഒക്കെ എതിരെയാണ് കർഷകർക്ക് കിട്ടുന്നത്? കൃഷിഭവൻ വഴിയാണ് കിട്ടുന്നത്. വാട്ട് ആർ ദ അതർ സർവീസസ് ദാറ്റ് വി ഗെറ്റ് ഫ്രം കൃഷിഭവൻ? ഇനി കൃഷിഭവനിൽ നിന്ന് എന്തൊക്കെ സർവീസാണ് നമുക്ക് കിട്ടുന്നത്? എന്തൊക്കെയാണ്? പ്ലാന്റിംഗ് മെറ്റീരിയൽ കിട്ടും, സീഡ്സ് കിട്ടും, പിന്നെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കിട്ടും, അല്ലേ? പല കാര്യങ്ങളും കർഷകർക്ക് ലഭിക്കുന്നു കൃഷിഭവൻ വഴിയാണ്. ഈ ഗവേഷണ കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ള വിത്തുകളും ഒക്കെ കൃഷിഭവൻ വഴിയാണ് കർഷകന് ലഭിക്കുന്നത്. പ്രിപ്പയർ എ റിപ്പോർട്ട് ആഫ്റ്റർ വിസിറ്റിംഗ് എ കൃഷിഭവൻ ഓർ കളക്ടിംഗ് ദ ഇൻഫർമേഷൻ ഫ്രം ദ അഗ്രികൾച്ചർ ഓഫീസർ. നിങ്ങളൊരു റിപ്പോർട്ട് തയ്യാറാക്കണം. എവിടെ സന്ദർശിച്ചതിന് ശേഷം? ഒന്നിൽ കൃഷിഭവൻ, അല്ലെങ്കിൽ ഒരു കൃഷി ഓഫീസറെ നിങ്ങൾ സന്ദർശിച്ച് അദ്ദേഹവുമായിട്ട് ഒരു അഭിമുഖം നടത്തിയിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കളക്ട് ചെയ്ത് എഴുതണം, റിപ്പോർട്ട് ചെയ്യണം. പ്രിപ്പയർ എ റിപ്പോർട്ട്, ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം. അടുത്ത് നോക്കിക്കേ, പ്ലാന്റ് ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റി മീൻ വ്യത്യസ്തത, വൈവിധ്യം. പ്ലാന്റിൻ്റെ വൈവിധ്യം. We have so far discussed modern method of preparing quality planting materials. നമ്മൾ ഡിസ്കസ് ചെയ്തു, അല്ലേ? പുതിയ രീതിയിലുള്ള ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയലിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈവൻ ഇഫ് വി യൂസ് ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽ, നമ്മൾ ഉപയോഗിച്ചാൽ ഗുണമേന്മയുള്ള പ്ലാന്റിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ചാൽ the yield may not be good. ഈൽഡ് നന്നാകണമെന്നില്ല. ഇഫ് ദ സോയിൽ ഈസ് നോട്ട് ഫർട്ടൈൽ. ഇങ്ങനെയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ സോയിൽ ഫർട്ടൈൽ അല്ലെങ്കിൽ മണ്ണ് ഫലപുഷ്ടമല്ലെങ്കിൽ ഗുഡ് ക്വാളിറ്റി സോയിൽ എൻഷുവർ ദ ഹെൽത്ത് ഓഫ് എ പ്ലാന്റ്. എന്താണ് പിന്നെ വിളവ് കിട്ടണമെങ്കിൽ? ഗുഡ് ക്വാളിറ്റി സോയിൽ വേണം, നല്ല ഗുണമേന്മയുള്ള മണ്ണായിരിക്കണം. ഷുവർ ചെയ്യുന്നു ഹെൽത്ത് ഓഫ് എ പ്ലാന്റ്. ഒരു ചെടിയുടെ ആരോഗ്യം നിലനിർത്തുന്നത് മണ്ണാണ്. Tissue culture. What is tissue culture? Do you know anything about tissue culture? അതായത് ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ടിഷ്യൂ? അതായത് സെല്ലുകൾ കൂടിച്ചേർന്നുണ്ടായതാണ് ടിഷ്യൂ. സെല്ലെന്ന് പറഞ്ഞാൽ കോശങ്ങൾ. അപ്പം ജീവനുള്ള ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെൽ ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ആൻ ഓർഗാനിസം. ഒരു ജീവിയുടെ ജീവൻ്റെ അടിസ്ഥാന ഘടകമാണ് കോശം. ഈ കോശങ്ങൾ ചേർന്ന്, അതായത് സെല്ലുകൾ കൂടിച്ചേർന്നാണ് ടിഷ്യൂ ഉണ്ടാകുന്നത്. ടിഷ്യൂ കൂടിച്ചേർന്നാണ് ഓർഗൻ ഉണ്ടാകുന്നത്. ഓർഗൻ കൂടിച്ചേർന്നാണ് ബോഡി ഉണ്ടാകുന്നത്. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ടിഷ്യൂ കൾച്ചർ ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് എ ന്യൂ ജനറേഷൻ ഫ്രം എ സെൽ ഓർ ടിഷ്യൂ ഓഫ് എ പ്ലാന്റ്. ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. എന്തിൻ്റെ? പ്രൊഡ്യൂസിങ്, ഉൽപ്പാദിപ്പിക്കുക. ന്യൂ ജനറേഷൻ, പുതിയ തലമുറ. എവിടുന്ന്? ഫ്രം എ സെൽ, ഒരു സെല്ലിൽ നിന്ന്. നേരത്തെ നമ്മളൊരു ബോഡിയുടെ പാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ സീഡിൽ നിന്നോ ഒക്കെ ആയിരുന്നു ഒരു പുതിയ ചെടിയെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടെ നമ്മളൊരു പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു സെല്ലിൽ നിന്നാണ്, ഒരു കോശത്തിൽ നിന്നാണ്. ഓർ ടിഷ്യൂ ഓഫ് എ പ്ലാന്റ്, അല്ലെങ്കിൽ കോശങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ള ടിഷ്യൂവിൽ നിന്നാണ്. പ്ലാന്റ്ലെറ്റ് വിത്ത് ഓൾ പാരൻ്റൽ ക്വാളിറ്റീസ് ക്യാൻ ബി ഡെവലപ്പ് ത്രൂ ദിസ് ടെക്നോളജി. പ്ലാന്റ്ലെറ്റ്, തൈച്ചെടി, അതിൻ്റെ കൂടെ എന്തുണ്ടായിരിക്കും? ഓൾ പാരൻ്റൽ ക്വാളിറ്റീസ്, പേരൻസിൻ്റെ ഗുണങ്ങളുണ്ടായിരിക്കും. ക്യാൻ ബി ഡെവലപ്പ് ത്രൂ ദിസ് ടെക്നോളജി. ഈ ടെക്നോളജി വഴി വികസിപ്പിച്ചെടുക്കുന്നതിന് എല്ലാ പാരൻ്റിൻ്റെ സ്വഭാവം എല്ലാം ആ തൈച്ചെടിക്ക് ഉണ്ടായിരിക്കും. ദിസ് ടെക്നോളജി ഈസ് എഫക്റ്റീവ്ലി പ്രാക്ടീസ് ഇൻ പ്ലാന്റ് ലൈക്ക് പ്ലാന്റെയിൻ. ഈ ടെക്നോളജി ഏറ്റവും എഫക്റ്റീവ്ലി, ഫലപ്രദമായിട്ട് പ്രാക്ടീസ്ഡ് ഇൻ എവിടെയൊക്കെയാണ്? ഏത് പ്ലാന്റിലാണ്? ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ പോലെ. പ്ലാന്റെയിൻ, വാഴ, പെപ്പർ, കുരുമുളക്, കാടാമം, കറുവപ്പട്ട, പൈനാപ്പിൾ
പൈനാപ്പിളിലും ഒക്കെയാണ് എക്സെട്രയാണ് കൊടുത്തേക്കുന്നത്. എന്നാൽ ഇനിയും ചെടികളുണ്ട്, അവിടെയെല്ലാം നമുക്ക് ടിഷ്യൂ കൾച്ചർ ഉപയോഗിക്കാം. ദ പെക്യുലാരിറ്റി ഓഫ് ദിസ് ടെക്നോളജി ഈസ് ദാറ്റ്, പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ പ്രത്യേകത, ഓഫ് ദിസ് ഇത്, ഈ ടെക്നോളജിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 100 ഓഫ് പ്ലാന്റ്ലെറ്റ് വിത്ത് ദ സെയിം ക്വാളിറ്റീസ് ഓഫ് പാരന്റ് പ്ലാന്റ് ക്യാൻ ബി പ്രൊഡ്യൂസ് ഫ്രം എ പ്ലാന്റ്. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ 100 ഓഫ് പ്ലാന്റ്ലെറ്റ്, 100 കണക്കിന് തൈച്ചെടികൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. എങ്ങനെയുള്ള തൈച്ചെടികൾ? വിത്ത് ദ സെയിം ക്വാളിറ്റീസ് ഓഫ് പാരന്റ് പ്ലാന്റിൻ്റെ എല്ലാ സവിശേഷതകളോടും കൂടിയതായിരിക്കും തൈച്ചെടികൾ. ക്യാൻ ബി പ്രൊഡ്യൂസ് ഫ്രം എ പ്ലാന്റ്, ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ 100 കണക്കിന് തൈച്ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം പാരന്റിൻ്റെ സ്വഭാവം തന്നെയായിരിക്കും ആ തൈച്ചെടിക്ക് ഉണ്ടായിരിക്കുന്നത്. ദ വീഡിയോ ഓഫ് കണ്ടക്ടിങ് ടിഷ്യൂ കൾച്ചർ ഇൻ ദ ലാബോറട്ടറി ഈസ് വിസിബിൾ. വീഡിയോയിൽ നമുക്ക് ഈ കണ്ടക്ട് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒബ്സർവ് ദ ഫോളോയിങ് സ്റ്റെപ്സ്, താഴെ പറയുന്ന സ്റ്റെപ്പുകൾ നിരീക്ഷിക്കുക. അതാണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ടിഷ്യൂ കൾച്ചറിൻ്റെ ആശയങ്ങൾ. ഓക്കെ. What is the benefit of depositing plant debris in the field after cultivation? അതായത് എന്താണ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നേട്ടം, ഓഫ് ഡെപ്പോസിറ്റിംഗ്, ഡെപ്പോസിറ്റ് ചെയ്യുക, എന്താ? പ്ലാന്റ് ഡെബ്രി. ഡെബ്രി മീൻസ് അവശിഷ്ടം. എവിടെ അവശിഷ്ടം ഇടുക? ഇൻ ദ ഫീൽഡ്, വയലിൽ. ഏതിന് ശേഷം? ആഫ്റ്റർ കൾട്ടിവേഷൻ, കൃഷിക്ക് ശേഷം വയലുകളിൽ ഈ അവശിഷ്ടം, ഡെബ്രി എന്ന് പറഞ്ഞാൽ അവശിഷ്ടം ഇടുന്നത്, അതിൻ്റെ നേട്ടം എന്താണെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ഡിപ്പോസിറ്റിംഗ് പ്ലാന്റ് ഡെബ്രി ഇൻ ദ ഫീൽഡ് ആഫ്റ്റർ കൾട്ടിവേഷൻ? കൃഷിക്ക് ശേഷം നമ്മൾ ഈ അവശിഷ്ടങ്ങൾ, ചെടിയുടെ അവശിഷ്ടങ്ങൾ വയലിൽ നിക്ഷേപിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? എന്താണ് ആ നേട്ടം? അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആശയം. കണ്ടോ? അപ്പുറം നമ്മൾ വാഴയൊക്കെ വെട്ടിക്കഴിയുമ്പം അതിൻ്റെ അവശിഷ്ടമൊക്കെ നമ്മൾ അവിടെ തന്നെ ഇടും, അല്ലേ? നെല്ലൊക്കെ കൊയ്ത് കഴിയുമ്പം പച്ചി അതൊക്കെ ബാക്കി അതിൻ്റെ ഡെബ്രിയൊക്കെ അവിടെ തന്നെ ഇടും. അതിൻ്റെ നേട്ടത്തെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അതവിടെ തന്നെ ഇടുന്നത് നല്ലതാണ്. അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. ദ ന്യൂട്രിയൻസ് പ്രൊവൈഡഡ് ബൈ വൺ കൈൻഡ് ഓഫ് പ്ലാന്റ് ഡെബ്രി ഈസ് നോട്ട് ദ സെയിം സപ്ലൈഡ് ബൈ അനദർ. അതായത് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ബൈ വൺ കൈൻഡ് ഓഫ് പ്ലാന്റ് ഡെബ്രി, ന്യൂട്രിയൻസ്, ഈ ചെടി ഡീക്കെ ആയി കഴിയുമ്പം അതെടുത്തിരിക്കുന്ന ന്യൂട്രിയൻസ് അവിടെ തിരികെ കൊടുക്കുകയാണ് മണ്ണിൽ തന്നെ, അല്ലേ? അതാണ് വൺ കൈൻഡ് ഓഫ് പ്ലാന്റ് ഡെബ്രി ഈസ് നോട്ട് ദ സെയിം സപ്ലൈഡ് ബൈ അനദർ. ഇപ്പം ചീര കൊടുക്കുന്ന ന്യൂട്രിയൻസ്, ചീര അതിൻ്റെ ജീവിതകാലം കഴിയുമ്പം അത് മണ്ണിൽ അലിഞ്ഞു ചേരും, അല്ലേ? അഴുകി. അപ്പോൾ അത് കൊടുക്കുന്ന ന്യൂട്രിയൻസും അതുപോലെ പയർ കൊടുക്കുന്ന ന്യൂട്രിയൻസും രണ്ടും വ്യത്യസ്തമാണ്. അതാണ് സെയിം സപ്ലൈഡ് ബൈ അനദർ. വേറെ ഈസ് നോട്ട് ദ സെയിം സപ്ലൈഡ് ബൈ അനദർ, വേറെ ഒന്ന് കൊടുക്കുന്നതും ഒരു ചെടി കൊടുക്കുന്നതും തമ്മിൽ വ്യത്യസ്തമാണ്. എന്താ? ന്യൂട്രിയൻസിൽ. ഇവിടെ എന്തിൽ വ്യത്യസ്തമാണ് ചെടികൾ കൊടുക്കുന്ന മണ്ണിൽ? ന്യൂട്രിയൻസ്. ദ മോർ ഡൈവേഴ്സ് ദ പ്ലാന്റ് ഡെബ്രി, എത്രമാത്രം വൈവിധ്യം ഉണ്ടോ? ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ വൈവിധ്യം. ദ പ്ലാന്റ് ഡെബ്രി, പ്ലാന്റിൻ്റെ അവശിഷ്ടം എത്രമാത്രം വൈവിധ്യം ഉള്ളതാണോ, ദാറ്റ് ഡികമ്പോസ് ഇൻ ദ സോയിൽ, മണ്ണിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടോ, ദ ഹയർ ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ, അത് അത്ര ഹയർ ആയിരിക്കും, ഉയർന്നതായിരിക്കും. എന്താ? ഫെർട്ടിലിറ്റി, ഫലപുഷ്ടത. എന്തിൻ്റെ? ഓഫ് ദ സോയിൽ. അപ്പം മണ്ണിൽ എത്രമാത്രം ചെടികൾ അലിഞ്ഞ്, ഏതൊക്കെ തരം അവിടെ അലിഞ്ഞ് ചേരുന്നുവോ, അവിടെ ലയിക്കുന്നുവോ, മണ്ണിൽ അഴുകിച്ചേരുന്നുവോ, അത്രമാത്രം എന്ത് കിട്ടും? മണ്ണിന് ഫലപുഷ്ടത കിട്ടും. അപ്പം അതാണ് ഡെബ്രി മണ്ണിൽ കിടക്കുന്നതുകൊണ്ടുള്ള നേട്ടം. എന്താണെന്ന് ചോദിച്ചാൽ ന്യൂട്രിയൻസ് കിട്ടും, അല്ലേ? ചെടികൾക്ക് ന്യൂട്രിയൻസ് കിട്ടും. അടുത്ത വളരുന്ന ചെടികൾക്ക്, ഈ പഴയ വളർന്ന ചെടികൾ നശിച്ചു കഴിയുമ്പോൾ ആ ന്യൂട്രിയൻസ് എല്ലാം മണ്ണിൽ കൊടുക്കുമ്പോൾ പുതിയതായിട്ട് വളരുന്ന ചെടിക്ക് ആ ന്യൂട്രിയൻസ് കിട്ടും. ദ മോർ ഡൈവേഴ്സ് ദ പ്ലാന്റ് ഡെബ്രി, എത്രമാത്രം വൈവിധ്യമുള്ള അവശിഷ്ടം അവിടെ കിടക്കുന്നോ അത്രമാത്രം ഹയർ ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ, ഫെർട്ടിലിറ്റി മണ്ണിൻ്റെ ഉയരും. അതാണ് അതിൻ്റെ ആൻസർ. അപ്പം ഡെബ്രി ഇടുന്നതുകൊണ്ടുള്ള നേട്ടം കണ്ടല്ലോ. ഫെർട്ടിലിറ്റി ഓഫ് ദി സോയിൽ ഇൻക്രീസസ്. അതാണ് അതിൻ്റെ ആൻസർ. ലെറ്റ് us observe some of the method followed by the farmers to ensure maximum diversity in agriculture.
നമുക്ക് നോക്കാം. ലെറ്റാസ് ഒബ്സർവ് നമുക്ക് നോക്കാം. സം ഓഫ് ദി മെത്തേഡ്, ചില രീതികൾ. ആര് പിന്തുടരുന്നത്? ഫോളോഡ് എന്ന് പറഞ്ഞാൽ പിന്തുടരുക. ആരെ? ബൈ ഫാർമേഴ്സ്, അവരെ. എന്തിനെ? ടു എൻഷുർ, ഉറപ്പുവരുത്താൻ. ഉറപ്പുവരുത്താൻ? മാക്സിമം ഡൈവേഴ്സിറ്റി, ഏറ്റവും മാക്സിമം ആയിട്ടുള്ള വ്യത്യസ്തത. എവിടെ? ഇൻ അഗ്രികൾച്ചർ. അപ്പം കൃഷിക്കാർ എന്ത് ചെയ്യുന്നു? പരമാവധി പല വിളകളാണ് എവിടെ കൃഷി ചെയ്യുന്നത്? അവരുടെ അഗ്രികൾച്ചർ ഫീൽഡിൽ കൃഷി ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ക്രോപ്പ് റൊട്ടേഷൻ എന്താണെന്ന് നോക്കിയാലോ. ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ വിള പര്യയം. റൊട്ടേറ്റ് ചെയ്യുക, ക്രോപ്പ് റൊട്ടേറ്റ് ചെയ്ത് വരിക. എന്താണെന്ന് നോക്കാം. കൾട്ടിവേറ്റിംഗ് എ ഡിഫറെൻറ്റ് ക്രോപ്പ് ഇൻസ്റ്റെഡ് ഓഫ് ദ ക്രോപ്പ് കൾട്ടിവേറ്റഡ് ഏർലിയർ ഈസ് കോൾഡ് ക്രോപ്പ് റൊട്ടേഷൻ. അതായത് കൾട്ടിവേറ്റിംഗ്, കൃഷി ചെയ്യുക. എന്താ? എ ഡിഫറെൻറ്റ് ക്രോപ്പ്, വ്യത്യസ്തമായ വിള. ഇൻസ്റ്റെഡ് ഓഫ്, പകരം, ഓഫ് ദ ക്രോപ്പ് കൾട്ടിവേറ്റഡ് ഏർലിയർ, നേരത്തെ എന്താണോ കൃഷി ചെയ്തത്. ഇപ്പം നെല്ലാണെങ്കിൽ പിന്നീട് വേറെ കൃഷി ചെയ്യുക. അതിനെയാണ് വിളിക്കുന്നു ക്രോപ്പ് റൊട്ടേഷൻ. ഒരു വിള കൃഷി ചെയ്ത് കഴിയുമ്പോൾ വേറെ അടുത്തത് പിന്നെ ചെയ്യുമ്പോൾ വേറെ വിളയായിരിക്കും. അതിനെയാണ് ക്രോപ്പ് റൊട്ടേഷൻ അല്ലെ വിള പര്യയം എന്ന് പറയുന്നത്. വിളകൾ മാറി മാറി കൃഷി ചെയ്യുക. ഹാവൻറ്റ് യു നോട്ടീസ് ദ കൾട്ടിവേഷൻ ഓഫ് പീ? പയർ കൃഷി ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ബ്ലാക്ക് യാം എക്സെട്ര അറ്റ് ഇൻ്റർവെൽ ഇൻ പാഡി ഫീൽഡ്. പാഡി ഫീൽഡിൽ, വയലിൽ പീയും ബ്ലാക്ക് ഗ്രാമും ഒക്കെ മാറി മാറി കൃഷി ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഒരു സീസണിൽ പയറിടും, പിന്നെ ബ്ലാക്ക് ഗ്രാം ഇടും, അങ്ങനെ മാറി മാറി നമ്മൾ കൃഷി ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇതിൻ്റെ നേട്ടം എന്താണ്? ഇപ്പം പയർ ഒക്കെ കൃഷി ചെയ്യുമ്പം പയർ ചെടിക്ക് മാത്രമേ അന്തരീക്ഷ നൈട്രജനെ അതിൻ്റെ അതിൻ്റെ റൈസോബിയ എന്ന് പറയുന്ന ബാക്ടീരിയ ഒക്കെ അതിൻ്റെ റൂട്ടിലുണ്ട്. അതിന് പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ നൈട്രജനെ. അപ്പോൾ അങ്ങനെ മണ്ണിൽ കൊടുക്കാനായിട്ട് ഈ പീ ചെടിക്കാണ് കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളുണ്ട്. പയറും വേറെ ചെടികളൊക്കെ ഇങ്ങനെ മാറി മാറി കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം പല ന്യൂട്രിയൻസ് ഒക്കെ മണ്ണിൽ കൊടുക്കാനായിട്ട് ചെടികൾക്ക് സാധിക്കും. അതാണ് ക്രോപ്പ് റൊട്ടേഷൻ. അപ്പം ക്രോപ്പ് റൊട്ടേഷൻ്റെ നേട്ടം കണ്ടല്ലോ. എന്താണ്? ഡിഫറെൻറ്റ് ന്യൂട്രിയൻസ് ക്യാൻ ബി ആഡഡ് ടു ദ സോയിൽ ആൻഡ് ഹെൻസ് ഇൻക്രീസ് ദി ഫെർട്ടിലിറ്റി ഓഫ് ദി സോയിൽ. അതും ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇൻ്റർ ക്രോപ്പ് സഹായിക്കുന്നു, പിന്നെ ക്രോപ്പ് റൊട്ടേഷൻ സഹായിക്കുന്നു. ഓക്കെ. നെക്സ്റ്റ്, ഡസ് ദ കൾട്ടിവേഷൻ ഓഫ് ഡിഫറെൻറ്റ് ക്രോപ്പ് ബ്രിങ് അബൌട്ട് എനി ഇൻക്രീസ് ഇൻ സോയിൽ ഫെർട്ടിലിറ്റി? ഡസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ കൾട്ടിവേഷൻ ഓഫ് ഡിഫറെൻറ്റ് ക്രോപ്സ്, ഇങ്ങനെ വ്യത്യസ്തമായ വിളവുകൾ ചെയ്യുന്നതുകൊണ്ട് കൊണ്ടുവരുന്നുണ്ടോ? ബ്രിങ് എന്നാൽ കൊണ്ടുവരുന്നുണ്ടോ? എബൌട്ട്, കുറിച്ച്. എനി ഇൻക്രീസ് ഇൻ ഫെർട്ടിലിറ്റി, അതായത് മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി കൂടുന്നുണ്ടോ? ഇങ്ങനെ വിളകളൊക്കെ മാറി മാറി ഇൻ്റർക്രോപ്പും അതുപോലെ ക്രോപ്പ് റൊട്ടേഷനൊക്കെ നടത്തുന്നതുകൊണ്ട് എന്തെങ്കിലും നേട്ടം മണ്ണിലുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്ത് പറയും? തീർച്ചയായിട്ടും ഉണ്ട്, അല്ലേ? ഫെർട്ടിലിറ്റി ഇൻക്രീസ് ഡ്യൂ ടു ദ ഇൻ്റർക്രോപ്പ് ആൻഡ് ക്രോപ്പ് റൊട്ടേഷൻ. ഇൻ്റർക്രോപ്പും ക്രോപ്പ് റൊട്ടേഷൻ കൊണ്ട് മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിക്കുന്നു. അതാണ് അതിൻ്റെ ആൻസർ. എന്തുകൊണ്ടാണ് അങ്ങനെ? ബിക്കോസ് ഡിഫറെൻറ്റ് ന്യൂട്രിയൻസ് ആർ ഡിസോൾവ് ഇൻ ദി സോയിൽ ആഫ്റ്റർ ഈൽഡിങ്. അതായത് ഈൽഡിങ്, വിളവ് എടുത്തു കഴിയുമ്പം പല ന്യൂട്രിയൻസ് മണ്ണിൽ അലിഞ്ഞ് ചേരുന്നു. ഓക്കെ. ഇനി നമ്മൾ ഇൻ്റർക്രോപ്പ്, ഇടവിള, അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഇടവിള? ഇൻ്റർക്രോപ്സ് ഷോർട്ട് ടേം ക്രോപ്സ്, അതായത് വൺ വേർഡ് ഷോർട്ട് ടേം, ഷോർട്ടായിട്ട് ഹ്രസ്വകാല വിളയാണ്. കുറച്ച് കാലം മാത്രം കൊണ്ട് വിളവ് കിട്ടുന്നതാണ്. ഷോർട്ട് ടേം ക്രോപ്സ് കൾട്ടിവേറ്റഡ്, കൃഷി ചെയ്യുന്നു. എവിടെ? എമംഗ് ദ മെയിൻ ക്രോപ്സ്, പ്രധാന വിളയുടെ ഇടയ്ക്ക്. ഇൻ സച്ച് എ വേ ദാറ്റ്, ആ രീതിയിൽ പോയാൽ ദേ ഡോണ്ട് ഹാം ദ മെയിൻ ക്രോപ്പ്, അത് മെയിൻ ക്രോപ്പിന് ദോഷമൊന്നും വരുത്തുന്നില്ല. ആർ കോൾഡ്, വിളിക്കുന്നു, ഇൻ്റർ ക്രോപ്സ്. അതിനെയാണ് ഇൻ്റർ ക്രോപ്സ് എന്ന് വിളിക്കുന്നത്. അതായത് മെയിൻ ക്രോപ്സ് കൃഷി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വേറെ നമ്മൾ സസ്യങ്ങളൊക്കെ കൃഷി ചെയ്യും, അല്ലേ? ഹ്രസ്വകാല വിളകളൊക്കെ ഇടും. അതിനെയാണ് ഇൻ്റർ ക്രോപ്പ് എന്ന് വിളിക്കുന്നത്. മെയിൻ ക്രോപ്പിനിടയ്ക്ക് വേറെ വിളകളൊക്കെ കൃഷി ചെയ്യുന്നതിനാണ് ഇൻ്റർ ക്രോപ്പ് എന്ന് പറയുന്നത്. മെയിൻ ക്രോപ്പും ഷോർട്ട് ടേം ക്രോപ്പും, അതാണ്. ദേ ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് സോയിൽ ഫെർട്ടിലിറ്റി, അത് മണ്ണിൻ്റെ ഫലപുഷ്ടത മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്
നല്ലതാണ്. ഏത്? ഇൻ്റർക്രോപ്പ് മെത്തേഡ്. അതായത് ഇപ്പം നമ്മൾ വാഴയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഏത് നടും? ചീര നടും. ചീര എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് അതിൻ്റെ ഈൽഡ് എടുക്കാം. അപ്പം ആ ചീര നശിച്ച് കഴിയുമ്പോൾ അതിൻ്റെ നമ്മളെടുത്ത് കഴിയുമ്പോൾ ന്യൂട്രിയൻസ് എല്ലാം മണ്ണിൽ കിട്ടുമെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഡിബ്രിയൊക്കെ കൊണ്ട്. അപ്പം അത് ആർക്ക് പ്രയോജനകരമായിരിക്കും? വാഴയ്ക്ക് പ്രയോജനകരമായിരിക്കും. വാഴയെന്ന് പറയുമ്പോൾ മെയിൻ ക്രോപ്പാണ്. ആ മെയിൻ ക്രോപ്പിൻ്റെ ഇടയ്ക്ക് അപ്പം നമ്മൾ ഇടവിള ചെയ്യുന്നു. ഓക്കെ, ഷോർട്ട് ടേം ക്രോപ്പും മെയിൻ ക്രോപ്പും കൂടെ നമ്മൾ കൃഷി ചെയ്യുന്നു. അതാണ് മെയിൻ ക്രോപ്പ് പ്ലസ് ഷോർട്ട് ടേം ക്രോപ്പ്. ദാറ്റ് ഈസ് എന്താണ്? ഇൻ്റർ ക്രോപ്പ്. വി ഗെറ്റ് അപ്പം എന്താ കിട്ടും? ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. അപ്പം എന്താണ് അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് കിട്ടുന്നത്? ഫലം എന്തായിരിക്കും? മണ്ണിൻ്റെ ഫലവൃക്ഷത, ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിലായിരിക്കും കിട്ടുന്നത്. അപ്പം ക്വസ്റ്റ്യനൊക്കെ കണ്ടല്ലോ. ഷോർട്ട് ടേം ക്രോപ്സ് എന്താണ്? മെയിൻ ക്രോപ്പ് എന്താണ്? അപ്പോൾ അതുകൂടെ രണ്ടും കൂടെ കൂടിച്ചേരുന്നതാണ് ഇൻ്റർ ക്രോപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്തിനെ സഹായിക്കും? സോയിൽ ഫെർട്ടിലിറ്റിയെ സഹായിക്കും. കുറച്ച് കാലം കൊണ്ട് വളരുന്ന ചെടി അത് നമ്മൾ എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഡെബ്രിയൊക്കെ അവിടെ തന്നെ കിടന്നിട്ട് അടുത്ത മെയിൻ ക്രോപ്പിന് അത് വളമായിട്ട് മാറും. ഓക്കെ, അടുത്ത വിച്ച് ആർ ദ ഇൻ്റർ ക്രോപ്പ് കൾട്ടിവേറ്റഡ് ഇൻ കോക്കനട്ട് ഫീൽഡ്. ഇനി മെയിൻ ക്രോപ്പ് കോക്കനട്ട് ആയിട്ട് എടുക്കുമ്പം ഇൻ്റർ ക്രോപ്പായിട്ട് ഏത് കൃഷി ചെയ്യാനായിട്ട് പറ്റും? ഒബ്സർവ് ആൻഡ് റൈറ്റ് ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറിയിൽ കുറിക്കുക. ഇനി നമുക്ക് ലെഗുമിനസ് പ്ലാന്റ് എന്താണെന്ന് നോക്കിയാലോ? നോക്കാം. ഒരു പിക്ചറൊക്കെ കാണിച്ചിരിക്കുന്നുണ്ടോ? അത് നോക്കിക്കേ. മറ്റ് ചെടികളെ അപേക്ഷിച്ച് ആ ചിത്രത്തിലുള്ള വേരിൻ്റെ പ്രത്യേകത കണ്ടോ? ആ വേരുകളൊക്കെ ഇങ്ങനെ മുഴച്ച് നിൽക്കുന്നു അല്ലേ? എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. നൈട്രജൻ ഈസ് ആൻ എസെൻഷ്യൽ എലമെൻറ്റ് ഫോർ പ്ലാന്റ് ഗ്രോത്ത്. അതായത് അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ പ്രധാന ഘടകമാണ്, എലമെൻ്റാണ്, മൂലകമാണ്. ആർക്ക്? ഫോർ പ്ലാന്റ്സ്, ചെടികൾക്ക്. എന്തിനു വേണ്ടി? ഗ്രോത്ത്, വളരാൻ വേണ്ടി. പ്ലാന്റ്സ് കാൺട്ട് അബ്സോർബ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഡയറക്റ്റ്ലി. അതാണ് പ്രത്യേകത. ചെടികൾക്ക് കനോട്ട് അബ്സോർബ്, സ്വീകരിക്കാൻ കഴിയത്തില്ല. എന്ത് സ്വീകരിക്കാൻ കഴിയത്തില്ല? അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ, അന്തരീക്ഷ നൈട്രജനെ. എങ്ങനെ? ഡയറക്റ്റ്ലി, നേരിട്ടല്ലാതെ തന്നെ എടുക്കാം. നേരിട്ട് അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ ചെടികൾക്ക് അബ്സോർബ് ചെയ്യാൻ കഴിയുകയില്ല. പിന്നെ എങ്ങനെയാണ് അത് എടുക്കുന്നതെന്ന് പറയുന്നത്? പക്ഷേ ദേ അബ്സോർബ്, അവ അബ്സോർബ് ചെയ്യുന്നു, ആഗിരണം ചെയ്യുന്നു, എടുക്കുന്നു. എന്ത്? ദ നൈട്രേറ്റിനെ സോൾട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. എങ്ങനെയാണ്? അന്തരീക്ഷ നൈട്രജനെ നേരിട്ട് എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇടി ഒക്കെ ഉണ്ടാവുമല്ലോ, മഴയൊക്കെ. ആ മഴയിൽ ആ നൈട്രജൻ എന്തായിട്ട് മാറും? നൈട്രേറ്റ് ആയിട്ട് മാറും. ആ നൈട്രേറ്റ് സാൾട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. അങ്ങനെ അത് വെള്ളത്തിൽ അലിയും. സം ഓഫ് ദ ബാക്ടീരിയ ക്യാൻ കൺവേർട്ട് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ടു നൈട്രേറ്റ്. ഇപ്പോൾ അന്തരീക്ഷത്തിലുള്ളത് നമ്മുടെ നൈട്രജനാണ്. ആ നൈട്രജനെ ഈ ബാക്ടീരിയ ഉണ്ട്, ചില വേരിലൊക്കെ ഉണ്ട് ചെടികളുടെ. അപ്പോൾ ആ ബാക്ടീരിയയ്ക്ക് മാത്രമേ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാനായിട്ട് സാധിക്കൂ. അങ്ങനെ ഒരു ബാക്ടീരിയയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ബാക്ടീരിയയുടെ പേരാണ് റൈസോബിയം. റൈസോബിയം ഈസ് വൺ സച്ച് ബാക്ടീരിയം. അങ്ങനെ ഒരു ബാക്ടീരിയയാണ് റൈസോബിയം. ഈ റൈസോബിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബാക്ടീരിയയ്ക്ക് മാത്രമേ അന്തരീക്ഷ നൈട്രജനെ എടുക്കാൻ സാധിക്കത്തുള്ളൂ, അതായത് നൈട്രേറ്റ് രൂപത്തിൽ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദേ ലീവ് ഇൻ ദ, അവരെവിടെയാണ് ജീവിക്കുന്നത്? അവ ജീവിക്കുന്നു. എവിടെ? ഇൻ ദ റൂട്ട്സ് ഓഫ്, വേരുകൾ ഓഫ് ആരുടെ? ചെടികളുടെ. പ്ലാന്റ്സ്. ലൈക്ക്, എല്ലാ ചെടികളിലും ഉണ്ടോ? ഇല്ല. ലൈക്ക് എന്ന് പറഞ്ഞാൽ പോലെ. ഏതിൻ്റെ? പയറ്, മൈമോസ എന്ന് പറയുമ്പോൾ ടച്ച്മീനോട്ട്, അതായത് തൊട്ടാവാടിയാണ്. കോമൺ ടെർഫോസിയ, കുഴിഞ്ഞിൽ എന്ന് പറയുന്ന ചെടി. ഹോഴ്സ് ഗ്രാം ആൻഡ് ബ്ലാക്ക് ഗ്രാം ആൻഡ് അബ്സോർബ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. ഈ ചെടികൾക്ക് മാത്രമേ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതൊക്കെ ചെടിക്ക്? മൈമോസ, പിന്നെ കോമൺ ടെർഫോസിയ അല്ലെങ്കിൽ കുഴിഞ്ഞിലെന്ന് പറയും, പിന്നെ കോഴ്സ് ഗ്രാം അല്ലെങ്കിൽ ബ്ലാക്ക് ഗ്രാം. ഇവയ്ക്കൊക്കെ മാത്രമേ അന്തരീക്ഷത്തെ നൈട്രജനെ നേരിട്ട്
എടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ റൂട്ടിനകത്ത് റൈസോബിയം എന്ന ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയയ്ക്ക് ഇതിനെ സ്വീകരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ആൻഡ് അബ്സോർബ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. ഓക്കെ. വെൻ ദീസ് പ്ലാന്റ് ഡീകേ, ഈ പ്ലാന്റ് ഡീകേ ആകുമ്പോൾ, ഡീകേ മീൻസ് നശിച്ചു കഴിയുക. ദ പ്ലാന്റ് ന്യൂട്രിയൻസ് ആർ ആഡഡ് ടു ദ സോയിൽ. അപ്പം പ്ലാന്റിൻ്റെ ന്യൂട്രിയൻസ് എല്ലാവർക്കും കിട്ടും. ചെടി നശിച്ചു കഴിയുമ്പം മണ്ണിലേക്ക് കിട്ടും. ഓക്കെ. അപ്പം കണ്ടല്ലോ എങ്ങനെയാണ് അന്തരീക്ഷ നൈട്രജനെ ചെടി വലിച്ചെടുത്തെന്ന് കണ്ടല്ലോ. ഒരു ചെടിക്ക് നേരിട്ട് അന്തരീക്ഷ നൈട്രജനെ എടുക്കാൻ സാധ്യമല്ല. അപ്പോൾ ആ നൈട്രജനെ എടുക്കുന്നത് ബാക്ടീരിയ, റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയയ്ക്ക് കഴിയും. ആ ബാക്ടീരിയ പയർ ചെടിയിൽ, ഈ പറയുന്ന ചെടികളുടെയൊക്കെ വേരിനകത്ത് കണ്ടോ മുളച്ച് നിൽക്കുന്നുണ്ടോ. അപ്പോൾ ആ ബാക്ടീരിയയാണ് അതിനകത്തുള്ളത്, റൈസോബിയം. അത് ഈ നൈട്രജനെ എടുത്തിട്ട് അന്തരീക്ഷ നൈട്രജൻ എടുത്തിട്ട് ഉണ്ടാക്കി മാറ്റും. വെള്ളത്തിലൊക്കെ അലിയിച്ചത് നൈട്രേറ്റ് ആക്കി മാറ്റും. അങ്ങനെ അത് എടുക്കുന്നു. എന്നിട്ട് വീണ്ടും ഈ ചെടി അഴുകി കഴിയുമ്പോൾ, നശിച്ചു കഴിയുമ്പം ഈ നൈട്രേറ്റ് എവിടെ കിട്ടും? മണ്ണിലേക്ക് കിട്ടും. വെൻ ദീസ് പ്ലാന്റ് ഡീകേ, ഈ പ്ലാന്റ് ഡീകേ അഴുകുമ്പോൾ ദ പ്ലാന്റ് ന്യൂട്രിയൻസ് ആർ ആഡഡ് ടു ദ സോയിൽ. അങ്ങനെ മണ്ണിൻ്റെ ഫലപുഷ്ടി കൂടുന്നു. കണ്ടോ. അപ്പം പയർ ഏത് ചെടി വെക്കുമ്പോഴാണ് മണ്ണിന് ഫലപുഷ്ടി കൂടുന്നത്? പയർ ചെടി. എന്ത് കണ്ടാണ്? ബിക്കോസ് ദേ ക്യാൻ അബ്സോർബ് ദി അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ത്രൂ ഏത് വഴി? റൈസോബിയം. റൈസോബിയം വഴി അതിനെ എടുക്കാൻ സാധിക്കും. അങ്ങനെ എന്ത് പറ്റും? വി ക്യാൻ ഇൻക്രീസ് ദ fertility of the soil by planting these plants. Okay. Page number 17 നോക്കാം. Observe the roots of leguminous plant. Don't you see nodules on their roots? അതായത് ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കാൻ. The roots of leguminous plant. റൂട്ട്സ് എന്ന് പറഞ്ഞാൽ വേര്. എന്തിൻ്റെ? ലെഗുമിനസ് പ്ലാന്റ്സ്, പയർ ചെടിയുടെ. ഡോണ്ട് യു സീ നോഡ്യൂൾസ് ഓൺ ദ റൂട്ട്സ്. അതിൻ്റെ വേരുകളിൽ നിങ്ങൾ നോഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ മുഴകൾ പോലെയുള്ള ഭാഗങ്ങൾ കാണുന്നില്ലേ എന്നാണ് ക്വസ്റ്റ്യൻ. ഇല്ലേ? ഉണ്ടല്ലോ. യെസ്, വി സീ നോഡ്യൂൾസ് ഓൺ ദ ലെഗുമിനസ് plants roots. What are the benefits of cultivating leguminous plants? ഇനിയും ലെഗുമിനസ് പ്ലാന്റ്സ് കൃഷി ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ്, നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ലെഗുമിനസ് പ്ലാന്റ് എന്താണെന്നൊക്കെ കണ്ടു കഴിഞ്ഞു. അത് കൃഷി ചെയ്യുന്നുള്ള പല നേട്ടങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു. ഒന്നുകൂടെ ഒന്ന് നോക്കാം. എന്താണ് നേട്ടം? കീപ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. അതായത് സൂക്ഷിക്കും. എന്ത്? ഫെർട്ടിലിറ്റി, ഫലപുഷ്ടത. എന്തിൻ്റെ? സോയിൽ, മണ്ണിൻ്റെ ഫലപുഷ്ടത കാത്തു സൂക്ഷിക്കുന്നവയാണ് ലെഗുമിനസ് പ്ലാന്റ്. വൺ വേർഡായിട്ട് നമുക്കത് പറയാം. കീപ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. വൈ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? എന്തുകൊണ്ട്? ബിക്കോസ് റൈസോബിയം the bacteria lives in the root of leguminous plants. They can absorb the atmospheric nitrogen and convert nitrates. When they decay, these nutrients are added to the soil. Hence, they keep the fertility of the soil. അതായത് റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയങ്ങൾ ലെഗുമിനസ് പ്ലാന്റിൻ്റെ റൂട്ടിൽ മാത്രമേ കാണുന്നുള്ളൂ, ജീവിച്ചിരിക്കുന്നുള്ളൂ. അതിന് മാത്രമേ അന്തരീക്ഷ നൈട്രജനെ സ്വീകരിക്കാനും നൈട്രേറ്റാക്കി മാറ്റാനും അവസാനം അത് നശിച്ചു കഴിയുമ്പോൾ അവ മണ്ണിലേക്ക് കൊടുക്കാനും കഴിയുകയുള്ളൂ. നെക്സ്റ്റ്, ക്രോപ്പ് മാനേജ്മെൻറ്റ്. ക്രോപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വിള പരിപാലനം. Look at the thought of a farmer about improving yield. ഇമ്പ്രൂവ് എന്ന് പറഞ്ഞാൽ മെച്ചപ്പെടുത്തുക. ഈൽഡ് മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് ഒരു കർഷകൻ്റെ മനോഗതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. There should be no weedicide can be used. ആദ്യം അയാളുടെ ചിന്ത ഇതാണ്. ഈട് ഇല്ലാതിരിക്കണമെങ്കിൽ, അതായത് വീഡ്സ് എന്ന് പറഞ്ഞാൽ കളകൾ ഇല്ലാതിരിക്കണമെങ്കിൽ weedicide can be used. Weedicide means കളനാശിനിയെ തളിക്കണം.
അടുത്തതായിട്ട് മനോഗതം, ദർ ഷുഡ് ബി നോ ഡിസീസ് ഓർ പെസ്റ്റ്. രോഗങ്ങളോ കീടങ്ങളോ ഇല്ലാതിരിക്കണമെങ്കിൽ പെസ്റ്റിസൈഡ് ഷുഡ് ബി സ്പ്രേഡ്. കീടനാശിനികൾ തളിക്കണം. ദർ ഷുഡ് ബി നോ ഫാൾ ഇൻ ദ yield. വിളവുകൾ കുറയാതിരിക്കണമെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഷുഡ് ബി ആഡഡ് വെൽ. രാസവളങ്ങൾ കൂട്ടിച്ചേർക്കണം. മണ്ണിൽ രാസവളങ്ങൾ ചേർക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഈ 3 ആശയങ്ങൾ ശരിയാണോ? നമുക്ക് പറയാം ദേ വേർ റോങ്. അവ തെറ്റുകളാണ്. എന്തുകൊണ്ടാണ്? രാസവളങ്ങൾ മണ്ണിൽ ചേർത്താൽ മൈക്രോ ഓർഗാനിസം എല്ലാം നശിച്ചു പോവും. മണ്ണിലെ വിഘാടകരായ മൈക്രോ ഓർഗാനിസം നശിച്ചാൽ ജൈവ അവശിഷ്ടങ്ങൾ ബയോ ഫെർട്ടിലൈസേഴ്സായി മാറത്തില്ല. അപ്പം മണ്ണിൻ്റെ ഫലപുഷ്ടതയെല്ലാം നഷ്ടപ്പെട്ടു പോകും. ആർ ദ ഡിസിഷൻ ഓഫ് ദ ഫാർമർ ബെനിഫിഷ്യൽ? ഡിസ്കസ്. ഈ കർഷകൻ്റെ ഡിസിഷൻസ്, തീരുമാനങ്ങൾ കണ്ടല്ലോ നമ്മൾ. ഇത് ബെനിഫിഷ്യൽ ആണോ, പ്രയോജനകരമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്കസ്, ചർച്ച ചെയ്യുക. വാട്ട് കൈൻഡ് ഓഫ് ഡിസിഷൻ ഷുഡ് ബി ഫാർമർ ടേക്ക്? ഫാർമർ എന്ത് തീരുമാനങ്ങളാണ് എടുക്കേണ്ടത്? ഷുഡിൻ വി പ്രൊമോട്ട് ദ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ് ദാറ്റ് ആർ നോട്ട് ഹാംഫുൾ ടു നേച്ചർ? ഷുഡ് നോട്ട് ബി പ്രൊമോട്ട്. നമ്മൾ പ്രൊമോട്ട് ചെയ്യില്ലേ. യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, എങ്ങനെയുള്ളത്? ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗം. ആൻഡ് പെസ്റ്റിസൈഡ്സ്, കീടനാശിനികൾ. ദാറ്റ് ആർ നോട്ട് ഹാംഫുൾ ടു നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ വേണം നമ്മൾ ഉപയോഗിക്കാൻ. അല്ലാതെ പ്രകൃതിക്ക് ദോഷം വരുന്ന ഒന്നും നമ്മൾ ചെയ്യരുത്. ചെയ്യുന്നത് അങ്ങനെ ദോഷകരമായി ചെയ്യുന്നത് നല്ലതാണോ? പ്രൊമോട്ട് ചെയ്യാവുമെന്ന്. ഹാംഫുൾ ആയതിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് ശരിയാണോ എന്നാണ് ചോദ്യം. എക്സാമിൻ ദ ഇൻഫർമേഷൻ ഗിവൺ ബിലോ. താഴെ പറയുന്ന ഇൻഫർമേഷനൊക്കെ നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് ഈ കർഷകൻ്റെ മനോഗതമായിട്ട് ബന്ധപ്പെടുത്തി ഇപ്പറയൊരു കഥ പറയുന്നുണ്ട്. വാട്ട് ഫുക്കോക്ക സെയ്സ്. ഫുക്കോക്ക എന്നാണെന്ന് പറയുന്നത് നോക്കാം. ആരാണ് ഫുക്കോക്ക? ഫുക്കോക്ക എന്ന് പറഞ്ഞാൽ ഒരു ജപ്പാനീസ് ഫാർമറാണ്. അദ്ദേഹത്തിൻ്റെ വരികൾ ഈ കർഷകൻ്റേതുമായിട്ട് എത്ര വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു നമുക്കൊന്ന് നോക്കാം. അപ്പം അദ്ദേഹം പറയുന്ന ആശയം തെറ്റാണോ ശരിയാണോ എന്ന് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ടൊന്ന് തട്ടിച്ചു നോക്കാം. ഫോർ മാൻ സർവൈവൽ വി ഷുഡ് റിട്ടേൺ ടു നേച്ചർ. മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ തീർച്ചയായും പ്രകൃതിയിലേക്ക് വരണം എന്നാണ് ഫുക്കോക്ക പറയുന്നത്. ഇറ്റ് ഈസ് മാൻ ഹൂ ഈസ് ഡിസ്ട്രോയിങ് ഫോറസ്റ്റ്. അദ്ദേഹം പറയുന്നത് മനുഷ്യനാണ് ഹൂ ഈസ് ഡിസ്ട്രോയിങ് ഫോറസ്റ്റ് നശിപ്പിക്കുന്നത്. ദ സ്പ്രിങ് ആൻഡ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ എർത്ത്. മണ്ണിൻ്റെ ഫലപുഷ്ടതയും നമ്മുടെ വസന്തകാലവും ഒക്കെ കളയുന്നത് ഈ മനുഷ്യൻ തന്നെയാണെന്നാണ് പറയുന്നത്. സച്ച് എൻവയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷൻ ഷുഡ് ബി സ്റ്റോപ്പ്. അങ്ങനെയുള്ള എൻവയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷൻ, പരിസ്ഥിതി നാശം, ഷുഡ് ബി സ്റ്റോപ്പ്, തീർത്തും നിർത്തണം, സ്റ്റോപ്പ് ചെയ്യണം. ഇഫ് ഓൾ ലിവിങ് ഓർഗാനിസം ഇൻക്ലൂഡിങ് മാൻ ആർ ടു ബി സേവ്ഡ്. അത് തടയണം. അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളും, ഓൾ ലിവിങ് ഓർഗാനിസം ഇൻക്ലൂഡിങ് മാൻ, മനുഷ്യൻ ഉൾപ്പെട്ട എല്ലാ ലിവിങ് ഓർഗാനിസവും ആർ ടു ബി സേവ്ഡ്, എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. ബയോ ഫെർട്ടിലൈസേഴ്സ് ആർ ആൻ എലിക്സർ ടു ദ സോയിൽ. എലിക്സർ എന്ന് പറഞ്ഞാൽ അമൃതാണ്. ബയോ ഫെർട്ടിലൈസേഴ്സ് എന്താണെന്നറിയോ? ജൈവ വളങ്ങൾ, പ്രകൃതിയിലെ തന്നെയുള്ള വളങ്ങൾ, അതായത് ഇലകളുമൊക്കെ അതുപോലെ ജീവജാലങ്ങളുടെ അവശിഷ്ടമൊക്കെ മണ്ണിൽ അലിയുന്നതാണ് ബയോ ഫെർട്ടിലൈസർ. അത് ബയോ ഫെർട്ടിലൈസേഴ്സ് ആർ ആൻ എലിക്സർ, അമൃതാണ്, ടു ദ സോയിൽ, മണ്ണിന് അമൃതാണ്. ഡെഡൻഡഡ് ബൈ ദ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. ബയോ ഫെർട്ടിലൈസേഴ്സ് അമൃതാണ്. പിന്നെ ഡെഡൻഡഡ് ബൈ ദ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, സോയിൽ ഡെഡൻഡ് ആയി പോവും. ഡെഡൻ മീൻസ് മരിച്ചു പോകും, സോയിൽ ഡെഡായി പോവും. എങ്ങനെയാണെങ്കിൽ ബൈ ദ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, രാസവളങ്ങൾ ഉപയോഗിച്ചാൽ മണ്ണ് നശിച്ചു പോകും, ഡെഡൻഡ് ആയി പോവും. ദേ കാറ്റലൈസ് ലൈഫ് ആൻഡ് റീറ്റെയിൻ ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ.
ഇവിടെ ബയോ ഫെർട്ടിലൈസേഴ്സ് ആണ് കാറ്റലൈസ് ചെയ്യുന്നത്. കാറ്റലൈസ് എന്ന് പറഞ്ഞാൽ ഉൽപ്രേരകമാകുന്നത്, പ്രേരിപ്പിക്കുന്നത് എന്തിനെ? ലൈഫ്, ജീവിതത്തെ. ആൻഡ് റീറ്റെയിൻ, നിലനിർത്തുന്നു ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ, മണ്ണിൻ്റെ ഫലപുഷ്ടത നിലനിർത്തുന്നത് ബയോ ഫെർട്ടിലൈസേഴ്സ് ആണ്. അവർ എയിം ഷുഡ് ബി, നമ്മുടെ ലക്ഷ്യം ഷുഡ് ബി ടു മേക്ക് ലാൻഡ് കൾട്ടിവബിൾ. നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? ലാൻഡ് ഷുഡ് ബി കൾട്ടിവബിൾ, ലാൻഡ് കൃഷിക്ക് അനുയോജ്യം ആക്കണം. റാദർ ദാൻ എ ഡെസേർട്ട്, അല്ലാതെ മരുഭൂമി ആക്കുകയല്ല വേണ്ടതെന്നാണ് ഫുക്കോക്ക പറയുന്നത്. നമ്മുടെ കർഷകൻ എന്താ പറയുന്നത്? കർഷകൻ്റെ രീതിയിൽ പോയാൽ എന്ത് ചെയ്യും? മരുഭൂമിയായി പോവും. ഫുക്കോക്കയുടെ രീതിയിൽ പോയാൽ എന്താകും? മണ്ണ് അമൃതമായിട്ട് മാറും, അല്ലേ? കൾട്ടിവബിൾ ആകും ലാൻഡ്. കാരണം നമ്മുടെ ഫാർമറിൻ്റെ പക്ഷമാണെങ്കിലോ ഡെസേർട്ടായി പോവും. മൈക്രോ ഓർഗാനിസം എല്ലാം ചത്തുപോകും, അതുപോലെ ചെടികളെല്ലാം നശിച്ചു പോവും. അങ്ങനെയാകുമ്പോൾ എന്തായിട്ട് മാറും? ഡെസേർട്ടായി മാറും. ക്ലിയർ ആയല്ലോ? അപ്പം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ബയോ ഫെർട്ടിലൈസേഴ്സും ഏതാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്? വാട്ട് കൈൻഡ് ഓഫ് ഡിസിഷൻ ഷുഡ് ദ ഫാർമർ ടേക്ക്? എന്ത് തീരുമാനമാണ് ഫാർമർ എടുക്കേണ്ടത്? ഷുഡിൻ വി പ്രൊമോട്ട് ദ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ് ദാറ്റ് ആർ നോട്ട് ഹാംഫുൾ ടു നേച്ചർ? പാശം ഒക്കെ മനസ്സിലായല്ലോ. എക്സാമിൻ്റെ ഇൻഫർമേഷൻ, നമുക്ക് അടുത്ത ഇൻഫർമേഷൻ കൂടെ ഒന്ന് നോക്കാം. അടുത്ത നമുക്ക് ബയോ പെസ്റ്റിസൈഡ്സ് എന്താണെന്ന് നോക്കാം. പെസ്റ്റിസൈഡ്സ് മീൻസ് കീടനാശിനി. ഇനി ബയോ മീൻസ് ജൈവ കീടനാശിനികൾ. ബയോ പെസ്റ്റിസൈഡ്സ് ഏതൊക്കെയാണ്? ടുബാക്കോ ഡെക്കോഷൻ, പുകയില കഷായം, പിന്നെ നീം കേക്ക്, നീം ഓയിൽ, ഇതൊക്കെയാണ് നമ്മൾ പെസ്റ്റിസൈഡായിട്ട്, ജൈവ കീടനാശിനികളായിട്ട് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് യാതൊരു ദോഷവും വരാത്ത വിധത്തിൽ ഉപയോഗിക്കുന്ന കീടനാശിനികളാണിത്. ഇനി നമ്മളൊക്കെ ടുബാക്കോ ഡെക്കോഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതായത് 1 കിലോ പുകയില എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അത് 15 ലിറ്റർ വെള്ളത്തിലേക്ക് ഇടുക. അത് ഒരു ദിവസം വെക്കുക. എന്നിട്ട് അതിനെ അരിച്ചു മാറ്റി ആ വെള്ളം എടുത്ത് 100 ഗ്രാം ബാർ സോപ്പിൽ അലിയിക്കുക. എന്നിട്ട് അത് നല്ലവണ്ണം ഇതെല്ലാം കൂടെ ഇളക്കുക. അപ്പോൾ നമ്മുടെ പുകയില കഷായം റെഡിയായി. എന്നിട്ട് അതിനെ ഡൈല്യൂട്ടാക്കണം, എന്ന് പറഞ്ഞാൽ നേർപ്പിക്കണം. ആവശ്യത്തിന് വെള്ളം ചേർക്കുക. അതായത് ഇതിൻ്റെ ഇരട്ടി, നമ്മൾ എത്രമാത്രം 15 ലിറ്റർ എടുത്തെങ്കിൽ അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കുക. എന്നിട്ട് അതിനെ ചെടികളിലേക്ക് തളിക്കുക. അപ്പം കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോവും, ചെടിക്ക് യാതൊരു ദോഷവും വരത്തില്ല. നമുക്ക് നോക്കിയാലോ. ടുബാക്കോ ഡെക്കോഷൻ. കട്ട് 1 kg ടുബാക്കോ ഇൻറ്റു സ്മോൾ പീസ്. 1 കിലോ ടുബാക്കോ എടുക്കുക, സ്മോൾ പീസ് ആക്കുക. സോക്ക് ദം, സോക്ക് എന്ന് പറഞ്ഞാൽ അലിയിക്കുക. 50 ലിറ്റർ ഓഫ് വാട്ടർ, 15 ലിറ്റർ വെള്ളത്തിൽ അലിയിക്കുക. ഫോർ 1 day, ഒരു ദിവസം വെക്കുക. ഫിൽറ്റർ ദിസ്, ധരിക്കുക. ആൻഡ് ഡിസോൾവ്, അലിയിക്കുക. 100 ഗ്രാം സ്ക്രാപ്ഡ് ബാർ സോപ്പ് ചേർക്കുക, അലിയിക്കുക. ഇനിറ്റ്, അതിൽ ബൈ സ്ട്രിങ് വെൽ, നല്ലവണ്ണം ഇളക്കുക. ടുബാക്കോ പെസ്റ്റിസൈഡ് ഈസ് റെഡി, ഇത് റെഡിയായി. ഡൈലൂട്ട് ദിസ്, ഇത് നേർപ്പിക്കുക. ഡൈലൂട്ട് എന്ന് പറഞ്ഞാൽ നേർപ്പിക്കുക, അതിൻ്റെ വീര്യം കുറയ്ക്കുക. ആഡിങ് ഡബിൾ ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, ഇരട്ടി വെള്ളം ചേർക്കുക. ആൻഡ് ദെൻ സ്പ്രേ ഓൺ പ്ലാന്റ്, എന്നിട്ട് ചെടികളിൽ തളിക്കുക. നെക്സ്റ്റ് നീം കേക്ക്. നീം എന്ന് പറഞ്ഞാൽ അറിയാലോ, ആര്യവേപ്പ് കണ്ടിട്ടുണ്ടല്ലോ. നീം, അതിന് കേക്ക് ഉണ്ടാക്കുക. ആഡിങ് നീം കേക്ക്, കൂട്ടിച്ചേർക്കുക. നീം കേക്ക്, കാസ്റ്റർ കേക്ക്, ആവണക്കിൻ്റെ കേക്ക്, എക്സെട്ര ടു ദ സോയിൽ, മണ്ണിലേക്ക് ചേർക്കുക. എന്തിനെ? ഹെൽപ്പ് ടു കൺട്രോൾ വർംസ്, പുഴുവിനെ കൺട്രോൾ, നിയന്ത്രിക്കാൻ. ദാറ്റ് അറ്റാക്ക് റൂട്ട്സ്, റൂട്ടിനെ അറ്റാക്ക് ചെയ്യുന്ന വേംസിനെ കൺട്രോൾ, നിയന്ത്രിക്കാനായിട്ടാണ് നീം കേക്കും അതുപോലെ കാസ്റ്റർ കേക്കും ഉപയോഗിക്കുന്നത്. അടുത്തത് നീം ഓയിൽ എമുൾഷൻ. നീം ഓയിൽ എമുൾഷൻ അതെങ്ങനെയാണ്? നീം ആവണക്കിൻ്റെ ഇതുപോലെ തന്നെ, എണ്ണ പോലെ തന്നെ അരിവേപ്പിൻ്റെ, നീമിൻ്റെ ഓയിലും ഉണ്ട്. നമുക്ക് നോക്കാം. ഡിസോൾവ് 60 ഗ്രാം സോപ്പ് ഇൻ 1/2 ലിറ്റർ വാട്ടർ, 1/2 ലിറ്റർ വെള്ളത്തിൽ 60 ഗ്രാം സോപ്പ് അലിയിക്കുക. മിക്സ് ഇറ്റ് വിത്ത് 1 ലിറ്റർ ഓഫ് നീം ഓയിൽ. നീം ഓയിൽ എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ അരിവേപ്പിൻ്റെ കാ കണ്ടിട്ടുണ്ടല്ലോ, ആ കാ അത് ആട്ടിയാണ് ഓയിലെടുക്കുന്നത്. ആൻഡ് സ്റ്റിർ വെൽ, എന്നിട്ട് അത് നല്ലവണ്ണം ഇളക്കണം. ഡൈല്യൂട്ട് ഇറ്റ് വിത്ത്,
നേർപ്പിക്കണം. 10 ലിറ്റർ വാട്ടർ, 10 ലിറ്റർ വെള്ളത്തിലോട്ട് അത് ചേർത്ത് നേർപ്പിക്കുക. ആൻഡ് സ്പ്രേ ഓൺ പ്ലാന്റ്, എന്നിട്ട് ചെടികളിൽ തളിക്കുക. അപ്പം നീം ഓയിൽ കണ്ടല്ലോ, 60 ഗ്രാം സോപ്പ് എടുക്കുക, 1/2 ലിറ്റർ വെള്ളത്തിൽ അത് അലിയിക്കുക, എന്നിട്ട് അതിനകത്തോട്ട് 1 ലിറ്റർ നീം ഓയിൽ ചേർക്കുക, എന്നിട്ട് നല്ലവണ്ണം ഇളക്കുക. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം, വീണ്ടും 10 ലിറ്റർ വെള്ളത്തിലേക്ക് വീണ്ടും ചേർത്ത് ഡൈലൂട്ടാക്കിയിട്ട് ചെടികളിൽ തളിക്കുക. അപ്പം ബയോപെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നതിൻ്റെ നേട്ടമൊക്കെ നമ്മൾ മനസ്സിലാക്കിയല്ലോ അല്ലേ. ചെടികൾക്ക് യാതൊരു ദോഷം ഉണ്ടാകത്തില്ല, പ്രകൃതിയെ യാതൊരു വിധത്തിലും ഇത് ദോഷകരമായിട്ട് ബാധിക്കുകയില്ല. അതാണ് ഇതിൻ്റെ നേട്ടം. അടുത്ത നമുക്ക് ബയോ ഫെർട്ടിലൈസേഴ്സ് ഒന്ന് കണ്ടു നോക്കിയാലോ. എന്തൊക്കെയാണ് ജൈവ വളങ്ങൾ? അതായത് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ്? ചാണകവും പച്ചില വളവും കമ്പോസ്റ്റും മീനിൻ്റെ അവശിഷ്ടങ്ങളും പിന്നെ പക്ഷിക്കാട്ടവും, അതായത് കോഴിക്കാട്ടം, അതുപോലെ ആട്ടിൻകാട്ടം, പിന്നെ എല്ലുപൊടി. ഇത്രയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ കൗഡാങ്, ചാണകം. ഗ്രീൻ മാനുവർ, പച്ചില വളം. കമ്പോസ്റ്റ് മാനുവർ, കമ്പോസ്റ്റ് വളം. ഫിഷ് മാനുവർ, മീൻ വളം. പൗൾട്രി ട്രോപ്പിംഗ്, പക്ഷിക്കാഷ്ടം. ഗോഡ് ട്രോപ്പിംഗ്, ആട്ടിൻകാട്ടം. ബോൺ മീൽ, അസ്ഥിവളം. ഓക്കെ, ഇത്രയും വളങ്ങളാണ് നമ്മൾ ബയോ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ചിത്രമൊക്കെ നോക്കിയാൽ ചെടികളൊക്കെ അതൊക്കെ ഇട്ടതാണ്. ആ ബയോ ഫെർട്ടിലൈസേഴ്സൊക്കെ ഇട്ട ചെടിച്ചട്ടി നിൽക്കുന്ന ചെടികൾ കണ്ടോ, നല്ല കരുത്തോടെ നല്ല കളർ നിൽക്കുന്നുണ്ടോ? രാസവളം യാതൊരു കാരണവശാലും ഉപയോഗിക്കരുത്. കാരണം മണ്ണിലെ കീടങ്ങളെ എല്ലാം അത് നശിപ്പിക്കും. ആ കീടങ്ങളൊക്കെ ആവശ്യമാണ് മണ്ണിന് ബയോ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അത് നശിച്ചു പോയാൽ എന്ത് പറ്റും? മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടും. ഇതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മേക്കിംഗ് ഇറ്റ് എ ഹാബിറ്റ് ടു യൂസ് ബയോ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ബയോ പെസ്റ്റിസൈഡ്. നിങ്ങൾ ചർച്ച ചെയ്യണം എന്തിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എന്തിൻ്റെ, ഓഫ് മേക്കിംഗ്, നിർമ്മാണത്തെക്കുറിച്ച്. ഒരു സ്വഭാവമാക്കണം, ഹാബിറ്റാക്കണം. ടു യൂസ്, ഉപയോഗിക്കാൻ, ബയോ ഫെർട്ടിലൈസേഴ്സ്, ജൈവ വളങ്ങളും, ആൻഡ് ബയോ പെസ്റ്റിസൈഡ്, ജൈവ കീടനാശിനികൾ ഉപയോഗിക്കേണ്ടതിൻ്റെ അതൊരു സ്വഭാവമാക്കി നമ്മളെ മാറ്റണം. എന്നിട്ട് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. പ്രിപ്പയർ ബയോ പെസ്റ്റിസൈഡ്, എന്ത് ചെയ്യണം? നിർമ്മിക്കണം ബയോ പെസ്റ്റിസൈഡ്, ജൈവ കീടനാശിനികളും. ആൻഡ് അപ്ലൈ ഇറ്റ് ഇൻ ദ സ്കൂൾ വെജിറ്റബിൾ ഗാർഡൻ, അത് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? നിങ്ങൾ സ്കൂൾ വെജിറ്റബിൾ ഗാർഡന് അതിൽ അപ്ലൈ ചെയ്യണം, ഉപയോഗിക്കണം. റെക്കോർഡ് ദ മെത്തേഡ് ഓഫ് ദർ പ്രിപ്പറേഷൻ, നിങ്ങൾ ഉണ്ടാക്കുന്ന വിധമെല്ലാം നിങ്ങൾ റെക്കോർഡ് ചെയ്യണം. മെറ്റീരിയൽ യൂസ്ഡ്, എന്തൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചു. ആൻഡ് ദ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ, അത് ഉപയോഗിക്കുന്ന വിധവും ഇൻ യുവർ സയൻസ് ഡയറി. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സയൻസ് ഡയറിയിൽ കുറിച്ച് വയ്ക്കുക. കണ്ടക്ട് എ സെമിനാർ ഓൺ ദിസ് ടോപ്പിക്, ഈ ടോപ്പിക്കിനെ കുറിച്ച് ഒരു സെമിനാർ നടത്തുക. ആൻഡ് പ്രസൻറ്റ് യുവർ ഐഡിയ, നിങ്ങളുടെ ആശയങ്ങളൊക്കെ അതിൽ അവതരിപ്പിക്കുക. ഇപ്പം ബയോ ഫെർട്ടിലൈസേഴ്സൊക്കെ ഉപയോഗിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഇനി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, രാസവളങ്ങൾ ഉപയോഗിക്കേണ്ടാത്തതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. കാര്യങ്ങളൊക്കെ മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കൊരു സെമിനാർ കണ്ടക്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, ഇനിയും പാഠഭാഗങ്ങളൊക്കെ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് കൾട്ടിവേറ്റിംഗ് ലെഗുമിനസ് പ്ലാന്റ്സ്? അതായത് പയർവർഗ്ഗ ചെടികൾ കൃഷി ചെയ്യുന്നതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാമാണ്? ലെഗുമിനസ് പ്ലാന്റ്സ് ക്യാൻ അബ്സോർബ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ, അതായത് അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ നേരിട്ട് എടുക്കാനായിട്ട് ലെഗുമിനസ് പ്ലാന്റിന് സാധിക്കും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ബാക്ടീരിയം നെയിംഡ് റൈസോബിയം പ്രസൻറ്റ് ഇൻ ദ റൂട്ട് ഓഫ് ദ പ്ലാന്റ്, അതായത് നമ്മൾ കണ്ടതാണ് റൂട്ടിൽ, ലെഗുമിനസ് പ്ലാന്റിൻ്റെ റൂട്ട്സിൽ ഈ റൈസോബിയം എന്ന ബാക്ടീരിയ ജീവിക്കുന്നു. വെൻ ദീസ് പ്ലാന്റ് ഡീക്കേ, ഈ പ്ലാന്റ് അഴുകുമ്പോൾ എന്ന് പറഞ്ഞാൽ നശിക്കുമ്പോൾ, ദ പ്ലാന്റ് ന്യൂട്രിയൻസ് ആർ ആഡഡ് ടു ദ സോയിൽ, പ്ലാന്റ് ന്യൂട്രിയൻസ് മണ്ണിലേക്ക് ചേരുന്നു. നെക്സ്റ്റ്, വാട്ട് ആർ ദ പെക്യൂരിയാരിറ്റീസ് ഓഫ് ദ ടിഷ്യൂ കൾച്ചർ? ടിഷ്യൂ കൾച്ചറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. 100 of plantlets with the same qualities of the parent plant can be produced from a plant. അതായത് 100 കണക്കിന് തൈച്ചെടികൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം.
അതുപോലെ തന്നെ സെയിം ക്വാളിറ്റി ഉണ്ടായിരിക്കും. പാരൻറ്റിൻ്റെ അതേ സ്വഭാവ ഗുണങ്ങളുള്ള നൂറുകണക്കിന് തൈച്ചെടികളെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം ഈ മാർഗത്തിലൂടെ, ടിഷ്യൂ കൾച്ചറിലൂടെ. ഓക്കെ, ദിസ് ടെക്നോളജി ഈസ് പാക്ക്ഡ് ഇൻ വിച്ച് പ്ലാന്റ്സ്? ഏതൊക്കെ ചെടികളിലാണ് നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്? പ്ലാന്റെയിൻ വാഴ, പെപ്പർ കുരുമുളക്, കാർഡാമം ഏലയ്ക്ക, പൈനാപ്പിൾ. ഈ ചെടികളിലാണ് നമുക്ക് ഈ ടിഷ്യൂ കൾച്ചർ നടത്താൻ സാധിക്കുന്നത്. എക്സെട്രയാണ്, കാരണം ഇനിയുണ്ട്, മിക്ക ചെടികളിലും നടത്താം. നെക്സ്റ്റ്, വാട്ട് ആർ ദ സർവീസസ് വി ഗെറ്റ് ഫ്രം എ കൃഷിഭവൻ? ഒരു കൃഷിഭവനിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്? വി ഗെറ്റ് സീഡ്സ്, വിത്തുകൾ കിട്ടും. പ്ലാന്റിംഗ് മെറ്റീരിയൽ, നടാനുള്ള സാധന സാമഗ്രികൾ കിട്ടും. പ്ലാന്റഡ്, തൈച്ചെടികൾ കിട്ടും. ഇൻഫർമേഷൻ, അറിവുകൾ കിട്ടും. എബൌട്ട് അഗ്രികൾച്ചർ, അതായത് കൃഷിയെ സംബന്ധിച്ചുള്ള അറിവുകൾ. ഫെർട്ടിലൈസേഴ്സ്, വളങ്ങൾ, എക്സെട്ര. പറഞ്ഞാൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടും. സീഡ്സ് ആൻഡ് പ്ലോവിംഗ് മെറ്റീരിയൽസ് ആർ ഡെവലപ്ഡ് ബൈ വിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്? സീഡും പ്ലാന്റിംഗ് മെറ്റീരിയലും ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വികസിപ്പിക്കുന്നത് ഏത് സ്ഥാപനങ്ങളിലാണ്? കൃഷിഭവനിലാണോ? അല്ല, കൃഷിഭവൻ വിതരണം ചെയ്യുന്ന കേന്ദ്രം മാത്രമാണ്. അത് ഡെവലപ്പ് ചെയ്യുന്നത്, വികസിപ്പിക്കുന്നത് അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ അവർ സ്റ്റേറ്റ്. അവിടെയാണ് ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി നമുക്ക് ആ ടിഷ്യൂ കൾച്ചർ എന്താണെന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കിയാലോ. ടിഷ്യൂ കൾച്ചർ എന്താണെന്ന് നോക്കിയാലോ. ടിഷ്യൂ കൾച്ചർ ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് എ ന്യൂ ജനറേഷൻ ഫ്രം എ സെൽ ഓർ ടിഷ്യൂ ഓഫ് എ പ്ലാന്റ് വിത്ത് ഓൾ പാരൻ്റൽ ക്വാളിറ്റീസ്. അതായത് ടിഷ്യൂ കൾച്ചർ ആകുന്നു ഒരു പ്രക്രിയയാകുന്നു എന്തിൻ്റെ? പ്രൊഡ്യൂസിങ്, ഉൽപ്പാദിപ്പിക്കുക. എന്തുൽപ്പാദിപ്പിക്കുക? ഒരു ന്യൂ ജനറേഷനെ, പുതിയ തലമുറയെ. ഇവിടുന്ന് ഫ്രം എ സെൽ, ഒരു സെല്ലിൽ നിന്നാണ് ഇവിടെ ഒരു പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓർ ടിഷ്യൂ, അതായത് അല്ലെങ്കിൽ സെല്ല് കൂടിച്ചേരുന്ന കലകളിൽ നിന്ന്. ഓഫ് എ പ്ലാൻ, ഒരു ചെടിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. വിത്ത് ഓൾ പാരൻ്റൽ ക്വാളിറ്റീസ്, അതായത് പേരൻറ്റിൻ്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും കൂടി പുതിയ ഒരു തലമുറയെ ഉൽപ്പാദിപ്പിക്കുക. ആ തലമുറ ഉൽപ്പാദിപ്പിക്കുന്ന നേരത്തെ നമ്മൾ പഠിച്ച ചെടിയുടെ സ്റ്റെമ്മിൽ നിന്നോ അതുപോലെ റൂട്ടിൽ നിന്നോ ലീഫിൽ നിന്നോ ഒക്കെ ആയിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സീഡിൽ നിന്നായിരുന്നു. ഇവിടെ ഒരു സെൽ അവിടെ നിന്നാണ്, അല്ലെങ്കിൽ ടിഷ്യൂ, സെല്ല് കൂടി ചേർന്ന ടിഷ്യൂവിൽ നിന്നാണ് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്നത്. അതാണ് ടിഷ്യൂ കൾച്ചറിൻ്റെ പ്രത്യേകത. ഇനിയും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, രാസവളങ്ങൾ, അതിൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പോയിൻ്റായിട്ട് തന്നിട്ടുള്ള പോയിൻറ്റ്സ്: ഹാംഫുൾ ടു ദ സോയിൽ, അതായത് മണ്ണിന് ദോഷകരമാണ്. ഡെഡൻ ദ സോയിൽ, മണ്ണ് നശിച്ചു പോകും. അവിടെ നിന്ന് പറഞ്ഞാൽ അവിടുത്തെ ജീവികളെല്ലാം നശിച്ച് മണ്ണ് മരുഭൂമിയായിട്ട് മാറും. അതാണ് ഡെഡൻ ദ സോയിൽ. ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സായിട്ട് ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ യൂറിയയും ഫാക്ടംബോസും പൊട്ടാഷ് എക്സെട്ര. ഇനിയുണ്ട് ഒത്തിരി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ദോഷഫലങ്ങളൊക്കെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബയോ ഫെർട്ടിലൈസേഴ്സിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം. റൈറ്റ് എ നോട്ട് അബൌട്ട് ബയോ ഫെർട്ടിലൈസേഴ്സ്. പോയിൻറ്റ്സ്: ആൻഡ് എലിക്സർ ടു ദ സോയിൽ, മണ്ണിന് അമൃതാണ്. റീറ്റെയിൻ ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ, മണ്ണിൻ്റെ ഫലപുഷ്ടി നിലനിർത്തുന്നു. എക്സാമ്പിൾ: കൗഡങ്, പൗൾട്രി ഡ്രോപ്പിംഗ്സ്, ഗ്രീൻ മാനുവർ, ഗോട്ട് ഡ്രോപ്പിംഗ്സ്, കമ്പോസ്റ്റ് മാനുവർ. ഓക്കെ. Hi dears, now we learn manifold things about our basic science. Let us remember what are they? They are related with some of our agriculture research institution. We also learn plant diversity, intercrop, crop rotation, biopesticide, biofertilizers and chemical fertilizers. I expect you could understood everything about it, isn't it? Children, after our class, what you should do? Read the lesson at least 10 times and write down the important words many times. By heart the question answers. Again, we can see in the next class.
Be stay and safe. And not to forget to comment our channel. Bye.